എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദോശയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെയും അതുപോലെ ഉഴുന്നുവടയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പിയാണ്. നാളികേരം അധികം ചേർക്കാതെ നല്ല ക്രീമി ആയിട്ടിരിക്കുന്നൊരു വെള്ള ചട്നിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്നി തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്താൽ മതി. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് പച്ചമുളക് മാറിയിട്ടൊന്ന് മൂത്ത് വരണം. ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു സബോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ചേർക്കാം. ഇനി സബോള ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. കണ്ടു, ഈ ഒരു പാകത്തിൽ മതി. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടുകടലയാണ്. 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഇനി പൊട്ടുകടലയും ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തീയൊരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. സബോളയുടെ കളർ നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ചട്നിയുടെ ടേസ്റ്റ് തന്നെ വ്യത്യാസമായിരിക്കും. അപ്പോൾ തീയൊരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പൊട്ടുകടല നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ നിറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഈ പാനിൻ്റെ ചൂട് തന്നെ മതിയാകും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചൂടാറിയ ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചൂടാറിയ ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ആദ്യം അരയാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തവണയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈര് നമുക്ക് 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ചട്നി എത്രത്തോളം കട്ടിയിലാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്നുകൂടി അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു കട്ടിയിലാണ് ഞാൻ ചട്നി തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും മുളകൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. നാളികേരം അധികം ചേർക്കാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ്. നല്ല ടേസ്റ്റിയാണിത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്